അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കോക്കനട്ട് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ മുട്ടപ്പത്തിരി അല്ലെങ്കിൽ ഓട്ടപ്പത്തിരി പോലെ ഇരിക്കുന്ന ഈ ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കോക്കനട്ട് ദോശ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 1 കപ്പ് പച്ചരി ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. പച്ചരിയുടെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോക്ക് ചെയ്ത് വെച്ച പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് വേണ്ടത് 1/2 കപ്പ് അവിലാണ്. അവില് വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് തിക്കായി വരുമ്പോൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 1/2 കപ്പ് വെള്ളം വരെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി അരച്ചെടുത്ത ശേഷം ഇതും മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എടുത്ത ബൗൾ ചെറുതായതുകൊണ്ട് ഞാനിതൊരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ലൂസാക്കി എടുക്കാം. അവിലുപയോഗിക്കുമ്പോൾ റെഡോ വൈറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ബാറ്ററിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ റെഡ് അവിലോ വൈറ്റ് അവിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന അവിൽ കട്ടിയുള്ള സൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത ശേഷം വേണം അരച്ചെടുക്കാൻ. ഇനി ഈ മാവ് 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവിൻ്റെ പരുവം കണ്ടോ? കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ച് പൊങ്ങിയ പോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. കോക്കനട്ട് ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ നന്നായി ഹീറ്റ് ചെയ്തെടുക്കണം. പാൻ ഇതുപോലെ നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി കുക്കായി കിട്ടും. ഇങ്ങനെ ഫുൾ ഓട്ടകൾ വരാൻ തുടങ്ങും. നമ്മൾ ഓട്ടപ്പത്തിരി ചുടുമ്പോൾ ഉണ്ടാവുന്ന പോലെ തന്നെ. ഓരോ തവി മാവ് വീതം പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓട്ടപ്പത്തിരി അല്ലെങ്കിൽ മുട്ടപ്പത്തിരിയൊക്കെ ചുടുന്നത് പോലെ ഒരുപാട് പരത്താതെ തന്നെ വേണം ഇത് ചുട്ടെടുക്കാൻ. മാവ് ഒഴിച്ചു കൊടുത്ത് കവർ ചെയ്ത് വെച്ച് ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. കോക്കനട്ട് ദോശ ചുട്ടെടുത്താൽ ശരിക്കും ഓട്ടപ്പത്തിരി ഇരിക്കുന്ന പോലെ തന്നെയാണ് കാണാൻ. കണ്ടോ, നല്ല പഞ്ഞി പോലെ ഓട്ടപ്പത്തിരി പോലെയുള്ള ദോശ റെഡിയായി കഴിഞ്ഞു. ഈ കോക്കനട്ട് ദോശ വെജിറ്റബിൾ കറിയുടെ കൂടെയും നോൺ വെജിറ്റബിൾ കറിയുടെ കൂടെയും അടിപൊളി തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ടപ്പത്തിരി കഴിക്കും പോലെ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാനാണ്. ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ദോശ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് കോക്കനട്ട് ദോശയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.